പ്രിയമുള്ള കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നമ്മളൊരു A4 പേപ്പർ എടുക്കുക. എന്നും നമ്മൾ ഓരോ പ്രവർത്തനം ചെയ്യാറുണ്ട്. അതിനൊക്കെ A4 പേപ്പർ എടുക്കാൻ പറയുന്നത് അത് ചെയ്യാനുള്ള സൗകര്യത്തിനാണ്. എല്ലാവർക്കും അതിന് കഴിഞ്ഞോളണം എന്നില്ല. കഴിയാത്തവർക്ക് നോട്ട് ബുക്കിലെ ഒരു പേജിൽ ചെയ്താലും മതി. ഇതേപോലൊരു പേപ്പറോ അല്ലെങ്കിൽ നോട്ട് ബുക്കിലൊരു പേജോ എടുത്തിട്ട് അതിൻ്റെ 4 ഭാഗം ഇതേപോലെ ഒന്ന് ഔട്ട്ലൈൻ വരയ്ക്കുക. സ്കെയിലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഔട്ട്ലൈൻ വരക്കാം. ഞാൻ ആദ്യം തന്നെ വരച്ച് വെച്ചു എന്നേ ഉള്ളൂ. ഇനി നമ്മളൊരു ചെടി വരയ്ക്കാൻ പോവാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു ചെടി, ഇതൊരു ചട്ടിയിലാണ് വളർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ചട്ടിയുടെ ഒരു ചിത്രം നമുക്ക് ഇവിടെ വരച്ചെടുക്കാം. ഒരു ചെടിയാവുമ്പോൾ അതിന് ഒരു പൂവുണ്ടാവും. ആ പൂവ് വരയ്ക്കാൻ ഒരു പണിയില്ല. ഇങ്ങനെ കുറച്ച് വട്ടങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ തന്നെ അതൊരു പൂവായിട്ട് മാറ്റാം. ഇനി ഒരു പൂവായി. ഇനി ഇതിന് ഇലകൾ കൊടുക്കണം. ഇലകൾ കൊടുക്കുമ്പോൾ ഈ താഴെ ഭാഗത്ത് നിന്ന് തന്നെ ഇലകൾ കൊടുക്കുക. ആദ്യം നമ്മൾ ഇങ്ങോട്ടൊരു വര വരച്ചു. 1 2 3 4 5 6 7 ഇലകൾ മതി. നോക്കാം നമുക്ക്. ഇലകൾ കുറച്ച് അത്യാവശ്യം നീളമൊന്നും ഉണ്ടാവട്ടെ. 7 ഇലകൾ. ഇനി ഈ ഇലകൾക്ക് സാധാരണ ഇലകൾക്ക് ഇങ്ങനെ ഒരു സെൻറ്ററിലൂടെ ഒരു വരയും ഇങ്ങനെ കൊടുക്കാറുണ്ട്. ഇതിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഓരോ ഇലയുടെ അകത്തും ഓരോ പേരെഴുതുക. ഈ പേരെഴുതുമ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഒരാഴ്ചയിലെ 7 ദിവസങ്ങളാണ്. ഞായർ തൊട്ടാണ് തുടങ്ങുക. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഈ 7 ദിവസങ്ങൾ നമ്മളിങ്ങനെ ഇതേപോലെ ചിത്രം വരച്ചിട്ടോ അല്ലെങ്കിൽ എഴുതിയിട്ടൊക്കെ നമ്മൾ പഠിക്കുക. നമ്മൾ ദിവസങ്ങൾ പഠിച്ചിരിക്കൽ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ന് ഏതാ ദിവസം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഇന്നലെ ഏതായിരുന്നു ദിവസം എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നാളെ ഏതാണ് ദിവസം എന്ന് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഇന്ന് ശനിയാഴ്ചയാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നലെ ഏതായിരുന്നു? അല്ല വെള്ളിയാഴ്ച. അപ്പോൾ നാളെ ഏതാവും? നാളെ ഞായർ. ഈ രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ ഇപ്പോഴേ നമുക്ക് കഴിഞ്ഞിരിക്കണം. നമുക്ക് ദിവസത്തിനെ കുറിച്ച് നല്ല ബോധം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക. ഇനി ഇതിനെ നമുക്ക് കളറുകളൊക്കെ കൊടുത്ത് അലങ്കരിക്കാം. നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ തണ്ടുകൾക്ക് കൊടുക്കേണ്ടത് ഒരു കാപ്പി കളറാണ്. അത് വലിയ കട്ടിയിലൊന്നും കൊടുത്തോളണമെന്നില്ല. ഇങ്ങനെ ഒരു കാപ്പി കളറാക്കിയിട്ട് തണ്ടുകൾക്ക് കാപ്പി കളർ കൊടുക്കുക. ശനി. പൂവിന് നമ്മൾ പല
ചുവപ്പായാലും കുങ്കുമ കളറായാലും അതെല്ലാം നമുക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ. റോസ് കളർ കൊടുക്കുക. 2-3 കളർ ഒരുമിച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക കളറായിട്ട് മാറും. അപ്പോൾ ഇതിനല്ല പ്രാധാന്യം, ചിത്രത്തിനല്ല പ്രാധാന്യം, നമ്മുടെ ഈ എഴുതിയതിനാണ് പ്രാധാന്യം. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഒരാഴ്ചയിൽ 7 ദിവസങ്ങളുണ്ട്. 7 ദിവസങ്ങൾ. ഒരാഴ്ചയിൽ 7 ദിവസങ്ങളുള്ളത്. അത് ഇലകളുടെ എണ്ണം 7 എണ്ണം തന്നെ ഉണ്ടാകാൻ പാടുള്ളൂ, ഏറാൻ പാടില്ല. ഓക്കെ, ഇന്ന് ഇതേപോലെ നിങ്ങൾ വരയ്ക്കുക. വരച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു തരിക. അതൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ.